ഹായ് ഫ്രണ്ട്സ്, എല്ലാ പേർക്കും ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കുന്നത് പഴുത്ത ചക്ക കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണ്. അതിനായി ആദ്യം ഞാനിവിടെ ചക്ക എടുത്തിട്ടുണ്ട്. ഞാനിവിടെ വരിക്ക ചക്കയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ 15 ചുളയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് പൊടിച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്ത് ശർക്കര നന്നായിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ശർക്കരയെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതിയാവും. നമുക്കിനി അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചക്ക ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്ക് ആ ശർക്കരയിൽ നന്നായിട്ട് തന്നെ ഈ ചക്ക ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ആ മധുരമെല്ലാം ചക്കയിൽ നന്നായിട്ടൊന്ന് പിടിച്ച് നന്നായിട്ട് ഒന്ന് കുക്കായി കിട്ടണം. അതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചക്കയെല്ലാം ഇവിടെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതിയാവും. നമുക്കിനി അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങ ചിരകിയതാണ്. തേങ്ങ ഞാനിവിടെ 1/4 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറിന് വേണ്ടി 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റാണിത്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. എന്നിട്ട് കമൻസുകൾ അറിയിക്കാൻ മറക്കരുതേ. ചക്കയൊക്കെ കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കൊടുത്താൽ കുട്ടികളൊക്കെ കഴിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒന്നും കൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചക്ക കൊണ്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ്